السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഇബ്ലീസിൻ്റെ പ്രേരണകൾക്ക് വഴങ്ങിയും അവൻ്റെ വാഗ്ദാനങ്ങൾ കുടുങ്ങിയും കൊണ്ടാണ് മനുഷ്യൻ ദുർമാർഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. മനുഷ്യരാകുന്ന നേതാക്കളും അനുയായികളും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളെപ്പറ്റി പറഞ്ഞ ശേഷം ഇരുകൂട്ടരുടെയും ഉപദേശകനായിക്കൊണ്ടിരുന്ന പിശാച് അവരോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് ഈ ആയത്തിൽ അല്ലാഹു പറയുകയാണ്. വിചാരണ കഴിഞ്ഞ് സജ്ജനങ്ങൾക്ക് സ്വർഗത്തിലേക്കും ദുർജനങ്ങൾക്ക് നരകത്തിലേക്കും വിധിയുണ്ടാകുമ്പോൾ തൻ്റെ ഉപദേശങ്ങൾക്ക് വഴങ്ങി ചീത്ത പ്രവൃത്തികൾ ചെയ്തവരോട് ഇബ്ലീസ് നടത്തുന്ന ഒരു പ്രസംഗമാണിത്. അതിൽ സംഗതികളുടെ യഥാർത്ഥ രൂപം അവൻ തുറന്നു കാട്ടുന്നു. അവൻ പറയും, നിങ്ങൾ നേർമാർഗം സ്വീകരിക്കുന്നതായാൽ നിങ്ങൾക്ക് രക്ഷയും വമ്പിച്ച അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് റസൂലുകളും വേദഗ്രന്ഥങ്ങളും മുഖേന നിങ്ങളോട് അള്ളാഹു പറഞ്ഞു. അതെല്ലാം സത്യവും യഥാർത്ഥവുമായിരുന്നു. അതിപ്പോൾ അനുഭവത്തിൽ വരികയും ചെയ്തു. നേരെ മറിച്ച് ദുർമാർഗം സ്വീകരിക്കുന്ന പക്ഷം എൻ്റെ സൈന്യങ്ങളും ആൾക്കാരും മുഖേന ഞാനും ചിലതൊക്കെ നിങ്ങളെ വ്യാമോഹിപ്പിച്ചു. സ്വർഗമില്ല, നരകമില്ല, വിചാരണയില്ല, പുനർജീവിതമില്ല, അതൊക്കെ കേവലം ഐതിഹ്യങ്ങൾ മാത്രമാണ്. അഥവാ അതെല്ലാം യഥാർത്ഥമാണെങ്കിൽ തന്നെയും മറ്റുള്ളവരൊക്കെ നിങ്ങളെ രക്ഷിക്കും. ആ കള്ളങ്ങൾ നിരത്തി വെച്ച് നിങ്ങളെ ഞാൻ തോന്നിയവാസത്തിലേക്ക് ക്ഷണിച്ചു എന്നല്ലാതെ അതിനപ്പുറം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ നിർബന്ധിച്ച് വഴിപഴപ്പിക്കാനുള്ള അധികാരശക്തിയോ മറ്റു കാര്യങ്ങളോ എനിക്കില്ലായിരുന്നു. എന്നിട്ടും നിങ്ങൾ എൻ്റെ ക്ഷണം സ്വീകരിച്ച് മുമ്പോട്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്നെ പഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ പക്കൽ വന്ന അമളിക്ക് നിങ്ങളെ തന്നെ ആക്ഷേപിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഇനി അന്യോനും സങ്കടം കേട്ട് രക്ഷ നൽകുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. രണ്ടു കൂട്ടർക്കും വിധിക്കപ്പെട്ട ശിക്ഷ അവരവർ അനുഭവിച്ചേ തീരൂ. മുമ്പ് ഇഹത്തിൽ വെച്ച് എന്നെ ആരാധിച്ചും അനുസരിച്ചും വരിക വഴി എന്നെ നിങ്ങൾ അള്ളാഹുവിന് സമമാക്കി വെക്കുകയുണ്ടായി. അന്ന് ഞാനത് അനുകൂലിച്ചുവെങ്കിലും ഇപ്പോഴിതാ ആ തെറ്റിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്ലീസിനെ ആരും ആരാധിക്കാറില്ല ഇബ്ലീസിൻ്റെ പ്രതിമ വെച്ചിട്ട്. മറിച്ച് ആളുകൾ ചെയ്യുന്നത് ഇബ്ലീസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നിങ്ങൾ എന്നെ ശിർക്ക് ചെയ്തതിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇബ്ലീസ് ഒഴിഞ്ഞു മാറുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.